ഇന്ത്യയുടെ 77ാമത് സ്വാതന്ത്ര്യ ദിനം നാളെ ആഘോഷിക്കപ്പെടുമ്പോൾ ചമ്പക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂൾ വളരെ ഗൗരവഗംഭീരമായ ഒരു ചടങ്ങാണ് ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. സമ്പത്ത് പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം, നമ്മളുടെ വികാരങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അടിയറവയ്ക്കപ്പെട്ടൊരു കാലമുണ്ട്. നമ്മുടെ നാട് അടിമത്തത്തിലൂടെയും അസ്വാതന്ത്ര്യത്തിലേയും കടന്നുപോയ ആ യുഗത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നിറന്ന സ്വാതന്ത്ര്യ സൂര്യൻ, ആ സ്വാതന്ത്ര്യത്തിലാണ് നാം എല്ലാവരും ഇന്നായിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ക്ലാസ്സുകളിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിക്കും, പരീക്ഷയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതി. ഒരുപക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ചിന്തിക്കാറുണ്ടാവില്ല. ഇന്നും നാളെയുമായി നമ്മുടെ സ്കൂളില് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ വിളംബര ദിനമായിട്ട് നമ്മൾ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. നമ്മുടെ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കുട്ടികൾ ചെന്ന് സ്വാതന്ത്ര്യ, നിങ്ങളൊക്കെ മിനിച്ചേച്ചി എന്ന് വിളിക്കുന്ന മിനി മനസ്സിലായ ആളുകളാണ്. നിങ്ങളും മിനിച്ചേച്ചിനെ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളും മിനിച്ചേച്ചിനെ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടുത്തെ നാട്ടുകാര് സ്നേഹത്തോടുകൂടി ചെല്ലുന്ന ആളാണ് മിനി മണ്ഡലൻ നായർ എന്ന ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ. നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എക്കാലം നമ്മളുടെ കൂടെ നിൽക്കുന്ന എഴുപതി ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മിനി മണ്ഡലൻ നായർ അവരുടെ നിങ്ങളെല്ലാവരുടെയും പേര് സ്വാഗതം ചെയ്യും. അനധ്യാപകര് പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന കുട്ടികളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട ആദരവോടുകൂടി കാണുന്ന വിമുക്ത ഭടന്മാരായിട്ടുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അധ്യാപകര്, അനധ്യാപകര്, സ്നേഹനിധികളായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷകരമായിട്ടുള്ള നാളെ ഓഗസ്റ്റ് 15 77ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം നാളെ നമ്മൾ ആഘോഷിക്കുകയാണ്. മുന്നേ സേവനങ്ങൾ പട്ടാളത്തില് പോയി ജോലി നോക്കിയപ്പോൾ അധ്യാപകരെല്ലാവരും കൂടി അവർക്ക് കൊടുക്കുന്ന ആദരവ് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു ആദരവ് തന്നെയാണിത്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛനും അതുപോലെ തന്നെ ഒത്തിരി പേര് സംസാരിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു പ്രകടന ഗംഭീരമായിട്ടുള്ള ഈ പ്രോഗ്രാം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാം ആരുടെയും അടുപ്പങ്ങളെല്ലാം നമുക്ക് സ്വതന്ത്രരായിട്ട് തലയുയർത്തി നിൽക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു അവകാശമാണ് സ്വാതന്ത്ര്യ ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ട കാര്യം. രാജ്യം നമ്മൾ ജീവിക്കുന്നു, ഈ രാജ്യത്ത് പൗരനെന്നല്ല അഭിമാനബോധത്തോടെ നമുക്ക് തലയുയർത്തി നിൽക്കുവാനായിട്ട് സാധിക്കുമെന്നതാണ് ഈ സ്വാതന്ത്ര്യത്തിലൂടെ നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. എല്ലാ വിമുക്ത ഭടന്മാരായിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ അനുമോദിക്കുകയും എല്ലാവരും ആദരവുകൾ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രമിക്കുന്നു. നന്ദി, നമസ്കാരം.
അടുത്തത് അതോടൊപ്പം വാർഡ് മെമ്പർ ശ്രീമതി സോഫിയാന മാത്യു പാഴ്ചുകുത്തി അദ്ദേഹത്തെ ആദരിക്കുന്നു. അതോടൊപ്പം പ്രകാശ് സാർ പാഴ്ചുകുത്തി അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നു. ശ്രീമതി റെജീന ടീച്ചർ അദ്ദേഹത്തെ പാഴ്ചുകുത്തി അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ വാഴ്ത്തണിയിച്ച് ആദരിക്കുന്നതിനായി പ്രകാശ് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സഹോദരങ്ങളെ, സ്കൂളിന്റെ ഈ യോഗത്തിന് സ്വാഗതം വഹിച്ച ഹെഡ് മാസ്റ്റർ പ്രകാശൻ തോമസ് സാർ, ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിലാണോ എന്ന് ചിന്തിച്ചാൽ കുഞ്ഞുങ്ങൾ എപ്പോഴും അവർക്ക് മൊബൈൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്ത് കാര്യം ചിന്തിച്ചാലും അവർക്കത് ചെയ്യണം എന്ന് എല്ലാവർക്കും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ധന്യമായ വർണ്ണാഭമായ ഒരു സ്വാതന്ത്ര്യദിന ചടങ്ങാണ് ഇന്ന് നടന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. കാരണം രാജ്യത്തിന് വേണ്ടി ധീരസേവനം ചെയ്ത ഒരുപറ്റം ജവാന്മാരെ തുടക്കം കുറിച്ചത്. ഒരുപക്ഷെ സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പൊതുചടങ്ങുകളിൽ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളോടുകൂടി സംബന്ധിക്കുന്ന വളരെ അസുലഭമായ ഒരു മുഹൂർത്തമായിരിക്കും ഈ ധീര ജവാന്മാരെ സംബന്ധിച്ച് ഇവിടെ ഇന്ന് നടന്നിട്ടുണ്ടാവുക. അതിനുവേണ്ടി രാഷ്ട്രപിതാവായ ഗാന്ധിജി എന്തുമാത്രം ത്യാഗം സഹിച്ചോ, ഒരുപക്ഷെ അതോടൊപ്പം തന്നെ രാജ്യം കാക്കാൻ വേണ്ടി അതിർത്തികളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ധീരസേവനം അനുഷ്ഠിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഈ സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു അഭിമാനം അർപ്പിച്ചുകൊണ്ട് കൃതജ്ഞതയിലെ നറുമലരുകൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ അർപ്പിച്ചുകൊള്ളുന്നു. പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंग, विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंग, तव शुभ नामे जागे तव शुभ आशीष मागे, गाहे तव जय गाथा जनगण